നിങ്ങൾ പഞ്ചവടി, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചവാദ്യം, പഞ്ചനക്ഷത്രം, പിന്നെ പഞ്ചസാര എന്നൊക്കെ കേട്ടിരിക്കും. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് അഞ്ചമ്മച്ചീസ്. അഞ്ചമ്മച്ചീസ് എന്ന് പറഞ്ഞാൽ പഞ്ചറായ അമ്മച്ചീസ് എന്നല്ല. ഇത് നല്ല പഞ്ചുള്ള, നല്ല മൊഞ്ചുള്ള അമ്മച്ചിമാരാണ്. നമുക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അമ്മച്ചിമാരെ. വെൽക്കം ടു ദ ഗ്രാൻഡ് ഷോ അഞ്ചമ്മച്ചീസ്. കൈയടിക്ക്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നമ്മുടെ അമ്മച്ചിമാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി നമ്മുടെ എല്ലാം പൊന്നോമനയും സുന്ദരിമണിയും സെന്റ് ജോസഫ് പള്ളിയുടെ മാതൃവേദി പ്രസിഡന്റും അമ്മമാരുടെ റോൾ മോഡലുമായ നമ്മുടെ സ്വന്തം ശോസൻ അമ്മച്ചിയെ സ്വാഗതം ചെയ്യും. ഇനി സെന്റ് ജോസഫ് സീറോ മലബാർ പള്ളിയിലെ കപ്പ്യാരുടെ കെട്ടിയോളും കൊയർ ഗ്രൂപ്പിലെ പ്രധാന പാട്ടുകാരിയും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ വരുന്നു നമ്മുടെ പ്രിയ സാറാമ്മ ചേട്ടൻ. അടുത്തതായി എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരിയും ഡാൻസും പാട്ടുമായി വിലസുന്ന ഒരു അടിപൊളി കൊറിയോഗ്രാഫർ കൂടിയായ നമ്മുടെ സ്വത്തായ മുത്തായ കത്രീന അമ്മച്ചി. അടുത്തതായി നമ്മുടെ പള്ളിയുടെ വനിതാ രത്നമായി തിളങ്ങി നിൽക്കുന്ന മതബോധന അധ്യാപിക കൂടിയായ ബോംബെക്കാരൻ ചാക്കോ മാപ്പിളയുടെ ഭാര്യ മറിയൻകുട്ടി ചേട്ടൻ. അവസാനമായി നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വരും തലമുറയെ വാർത്തെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന കർക്കശക്കാരിയായ നമ്മുടെ ടീച്ചറമ്മ അക്കമ്മ ചേട്ടത്തി. ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചോദിച്ചാലും അവർ പാട്ടിലൂടെ മാത്രമേ മറുപടി പറയൂ. ഞാൻ അധികം സമയം കളയണില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കും. ആദ്യമായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഒരു സൗന്ദര്യം, ഈ ഒരു കുണുക്ക്, ഈ ചട്ടയും അടുക്കിട്ട മുണ്ടും, ഇത് അമ്മച്ചിമാരുടെ ഇണക്കം തന്നെ. സത്യം പറഞ്ഞ ഈ പ്രായത്തിലും ഇത്ര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. വായിൽ വെള്ളം ഊറുന്ന ഓരോ ഭക്ഷണ സാധനങ്ങൾ എനിക്ക് മാത്രല്ല എല്ലാരും. അതൊക്കെ പോട്ടെ, ഒരു ചെറിയ സ്വകാര്യം ചോദിക്കാനുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒന്നാണ് നമ്മുടെ കൗമാരകാലം. നിങ്ങളുടെ കൗമാരകാലത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
കണ്ടു കുറിച്ചവർ ചുണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടേ പണ്ടു പോലെ പറക്കാടേ. ആഹാ, എന്ത് നല്ല കൗമാരകാലം. അതൊക്കെ പോട്ടെ, ആദ്യമായിട്ട് അപ്പച്ചന്മാർ നിങ്ങളെ കാണാൻ വന്നപ്പോ അവരെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എന്താ നാണം. അപ്പൊ അപ്പച്ചന്മാർക്ക് എന്ത് തോന്നി കാണും? ആഹാ, അപ്പൊ വിടാതെ തന്നെ പിടിച്ചല്ലേ? ഹോ, ആ പെൺകുട്ടികൾക്ക് ഇട കൊടുത്തപ്പോ ഒട്ടകത്തിന് ഇട കൊടുത്ത പോയല്ല അമ്മച്ചിയെ. അപ്പൊ അത് കല്യാണത്തിൽ തന്നെ കൊണ്ട് അവസാനിച്ചോ? അപ്പച്ചന്മാർക്ക് എന്തായിരുന്നു നിങ്ങളെ പറ്റി അഭിപ്രായം? അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്, നിങ്ങളുടെ മക്കളെ പറ്റി. ലാപ്പും ആപ്പും എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ യുഗത്തിലെ മക്കളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പ മക്കളുടെ കാര്യം അങ്ങനെ. എന്റെ ദൈവമേ, അപ്പ അവര് കിട്ടിയ മരുമക്കളോ? ഹോ, അപ്പൊ അത്രക്ക് ഇഷ്ടമുള്ള മരുമക്കള്, കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള സ്നേഹം അല്ലേ? അതൊക്കെ പോട്ടെ, എന്തായാലും ഞാൻ ഇനി ഇതിൽ നിന്നെല്ലാം മാറി കുറച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. പുതുതായി പണിത ഇന്ന് ഇടവക ദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഇടവക പള്ളിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പള്ളിയൊക്കെ പണിതു. പക്ഷേ ഈ പള്ളി പണിയാനുള്ള പണം അത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി?
അത് ശരി. അപ്പൊ പരിപ്പുവടയും പക്കുവടയൊക്കെ വീട്ടിൽ കിട്ടിയ കാശ് കൊണ്ടാണല്ലേ നിങ്ങൾ പള്ളി പണിതത്? അതെല്ലാം പോട്ടെ, എന്തൊക്കെ ചെയ്താലും വിശ്വാസികളെല്ലാം നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അതിന് നമുക്ക് വേണ്ടത് നമ്മളെ നയിക്കുന്ന ഏറ്റവും നല്ലൊരു അച്ഛനെയാണ്. നമുക്കറിയാവുന്നത് പോലെ സുന്ദരനും സുമുഖനും പിന്നെ സുഷ്മേരവദനനും നമുക്കെല്ലാം പ്രിയപ്പെട്ടവനുമായ നമ്മുടെ ജോയലച്ചനെ പറ്റി എന്താണ് നിങ്ങൾക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്? സൂപ്പർ. മതിയുടെ പിള്ളേരെ, നമ്മുടെ അച്ഛനാടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ അച്ഛന്റെ ചങ്ങാതിയും ബോഡി ബിൽഡറും ഫിറ്റ് ആൻഡ് ടഫും നമുക്ക് എപ്പോഴും കുർബാന ചൊല്ലി തരാനും ഒരു നീണ്ട കുമ്പസാരം തരാനും ഇവിടെ എത്തുന്ന ലാജിയച്ഛനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാറുള്ളത്? പൊളി പൊളി പൊളി. എന്ത് തന്നെയായാലും നമ്മുടെ ഇടവകയെ പറ്റിയും അച്ഛന്മാരെ പറ്റിയും നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. ഇനി നമ്മുടെ എല്ലാമായ സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന നമ്മുടെ ഇടവക കൂട്ടായ്മയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?